ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് VO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 NCA PH SI UC AI റൂറൽ ഡെവലപ്മെൻറ്റ് ഇടുക്കി കോഴിക്കോട് ഈ ജില്ലകളിലേക്ക് 13/7/2016 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 87/2016. ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രഭാത കിരണങ്ങൾ ഏൽക്കുന്ന മലകളുടെ നാട് എന്ന് വിശേഷണമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് പ്രഭാത കിരണങ്ങൾ ഏൽക്കുന്ന മലകളുടെ നാട് എന്ന് വിശേഷണമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അതുകൊണ്ട് തന്നെ പ്രഭാത സൂര്യൻ്റെ നാട് എന്നും അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടി. ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കൊങ്കൺ റെയിൽവേ പാതയുടെ ദൈർഘ്യം എത്ര കിലോമീറ്ററാണ്? 760 കിലോമീറ്റർ. 760 കിലോമീറ്ററാണ് കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം ട്രോംബയിൽ സ്ഥാപിതമായ വർഷം ഏതാണ്? 1556. 1556 ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ വൈദ്യുത ഉൽപ്പാദന കേന്ദ്രം ട്രോംബയിൽ സ്ഥാപിതമായത്. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1959 ദുർഗാപൂരിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചത്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1959 ദുർഗാപൂരിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചത്. 1757 പ്ലാസിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടിയതാര്? സിറാജ് ഉദ് ദൗള. സിറാജ് ഉദ് ദൗളയാണ് 1757 പ്ലാസിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടിയത്. 1857 സ്വാതന്ത്ര്യ സമരകാലത്ത് പോരാടിയ റാണി ലക്ഷ്മിബായി ഏതു പ്രദേശത്തിലെ ഭരണാധികാരിയായിരുന്നു? ഝാൻസി. ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു 1857 സ്വാതന്ത്ര്യ സമരകാലത്ത് പോരാടിയ റാണി ലക്ഷ്മിബായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ആര്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത്. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം? സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനമാണ് ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? ചുവന്ന കുപ്പായക്കാർ. ചുവന്ന കുപ്പായക്കാരാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന. ഇന്ത്യയുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 1930 മാർച്ച് 12 ഗാന്ധിജി ഏത് ആശ്രമത്തിൽ നിന്നാണ് ഉപ്പു നിയമം ലംഘിക്കാൻ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്? സബർമതി. സബർമതി ആശ്രമത്തിൽ നിന്നാണ് 1930 മാർച്ച് 12 ഗാന്ധിജി ഉപ്പു നിയമം ലംഘിക്കാൻ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്. 1925 ആഗസ്റ്റിലെ കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി ആരാണ്? രാംപ്രകാശ് ബിസ്മിൽ. രാംപ്രകാശ് ബിസ്മിനാണ് 1925 ഓഗസ്റ്റിലെ കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരായിരുന്നു? VP മേനോൻ. VP മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി. ഏതു ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം
ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത്? തെലുങ്ക്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത്? ഏതു വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 1975. 1975 ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 25 ജൂൺ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 21 മാർച്ച് 1977 പിൻവലിക്കുകയും ചെയ്തു. 1976 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 42ാം ഭേദഗതി. 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. നമ്മുടെ ദേശീയ പതാകയുടെ ചുവടെ കാണുന്ന നിറം ഏതാണ്? പച്ച. പച്ചയാണ് നമ്മുടെ ദേശീയ പതാകയുടെ ചുവടെ കാണുന്ന നിറം. ഏറ്റവും മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, ഏറ്റവും താഴെ പച്ച. നടുക്കുള്ള അശോകചക്രത്തിൻ്റെ കളറാണ് നീല. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത്. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? എച്ച്.എൽ. ദത്തു. എച്ച്.എൽ. ദത്തു ആണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2005. 2005 ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. നീണ്ടകര ഏത് മേഖലയിലാണ് പ്രശസ്തം? മത്സ്യബന്ധനം. മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? സൈലന്റ് വാലി. സൈലന്റ് വാലിയിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം. ചരിത്രപ്രസിദ്ധമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. വയനാട്ടിലാണ് ചരിത്രപ്രസിദ്ധമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ഏത് പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത്. പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യ ഗവർണർ ആരാണ്? സിക്കന്ദർ ബക്ത്. സിക്കന്ദർ ബക്താണ് പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി. കൊച്ചിയിലെ നെടുമ്പാശ്ശേരിയാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല? പാലക്കാട്. പാലക്കാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല. തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരം? മലബാർ കലാപം. മലബാർ കലാപമാണ് 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരം. സംഘടിച്ച് ശക്തരാവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും ഉപദേശിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു.
ശ്രീ നാരായണ ഗുരുവാണ് സംഘടിച്ച് ശക്തരാവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും ഉപദേശിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. മാറുമറയ്ക്കുന്നതിനുള്ള അവകാശത്തിനായി 1859 കേരളത്തിൽ നടന്ന സമരം ഏതാണ്? ചാന്നാർ കലാപം. ചാന്നാർ കലാപമാണ് മാറുമറയ്ക്കുന്നതിനുള്ള അവകാശത്തിനായി 1859 കേരളത്തിൽ നടന്ന സമരം. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.